ഹലോ, ക്രിസ്മസ് ഒക്കെ അല്ലേ? നമുക്കൊരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ? ഇതിപ്പോൾ ഞാൻ വൈകിട്ടാണ് അപ്പത്തിന് അരച്ചു വയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് രാവിലെ ഒരു 4-5 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അതിൽ നിന്നും കുറച്ചെടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം കപ്പി കാച്ചാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടീസ്പൂൺ ഒരു പാത്രത്തിലേക്ക്, എന്ന് വെച്ചാൽ ഒന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, അപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൽ കൂടി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് ഗ്യാസിൽ വെച്ച് ഒന്ന് കുറുക്കിയെടുക്കുക. ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ ബാക്കി വന്ന പച്ചരിയും 1/2 കപ്പ് തേങ്ങയും 1/2 കപ്പ് ചോറും നമ്മൾ നേരത്തെ കുറുക്കി വെച്ചതും കൂടി കൂട്ടി മിക്സിയിലിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ആവശ്യത്തിന് അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന്, ഈ മിക്സിയിൽ അത് മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ഫൈനായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ മുന്നേ അരച്ച് വെച്ച ആ ബാറ്ററി കൂടെ ഇത് മിക്സാക്കി നന്നായിട്ട് ഇളക്കി നമുക്കൊരു 8-10 മണിക്കൂർ, ഞാനിതിപ്പോൾ വൈകിട്ട് അരച്ച് വെക്കണേ, പിറ്റേ ദിവസം രാവിലേക്ക് വേണ്ടിയിട്ടാണ്. രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അത് ഇളക്കുമ്പോൾ തന്നെ അറിയാം നമ്മൾ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മുടെ അപ്പത്തിൻ്റെ തട്ടിലേക്ക് ഒഴിച്ച് ഇതുപോലെ കറക്കിയെടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചാൽ നമ്മുടെ അപ്പം റെഡിയാണ്. അപ്പോൾ മുട്ടക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ ചിക്കൻ്റെ കൂടെയോ ഏത് കറിയുടെ കൂടെ ആയാലും അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം.